ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഫയലിൽ പോവുക, ഇമ്പോർട്ട് ഓപ്ഷൻ ഞാൻ അയച്ച IGS ഫോർമാറ്റ് ആയിട്ട് മാറ്റി ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് കൺവെൻഷണൽ എല്ലാത്തിനും ഒരേ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഒരെണ്ണം ഫുള്ള് അതിൻ്റെ സെയിം പ്രൊസീജിയർ ആയിരിക്കും എല്ലാത്തിനും ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് ബൗണ്ടറി കണ്ടീഷനിലെ വാല്യൂസ് മാത്രമേ മാറ്റാറുള്ളൂ. മനസ്സിലായോ? എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ ഒരു ഒറ്റ ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഫുള്ള് കൺസെപ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് IGS ഫോർമാറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിക്കും ഇമ്പോർട്ട് ചെയ്യണം, ഇതേ സെയിം പാർട്ട്, ഓക്കെ കൊടുക്കുക. ഇതാണ് പാർട്ട്. ഈ പാർട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രോപ്പർട്ടീസ് കൊടുക്കണം. പ്രോപ്പർട്ടീസ് കൊടുക്കാനായിട്ട് ആദ്യം നമ്മളൊരു മെറ്റീരിയൽ ഉണ്ടാക്കണം. മെറ്റീരിയൽ മാനേജറിൽ പോയി ക്രിയേറ്റ്, ഞാനിപ്പോൾ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് പുതിയ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഡയലോഗ് ബോക്സ് ഉണ്ടാകും, തുറക്കും. അതിന് പകരം അതിൻ്റെ അകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, സ്പെസിഫിക് ഹീറ്റ്, വിസ്കോസിറ്റി, അത് കഴിഞ്ഞ് മെക്കാനിക്കലിൻ്റെ അകത്ത് തന്നെ ജനറലിൻ്റെ അകത്ത് ഡെൻസിറ്റിയും തെർമലിൻ്റെ അകത്ത് കണ്ടക്ടിവിറ്റിയും സ്പെസിഫിക് ഹീറ്റും. ഇവിടെയാണ് 4 ഓപ്ഷൻ. അതിൻ്റെ അകത്ത് കണ്ടക്ടിവിറ്റി എടുത്തപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ കൊടുക്കാം, സ്പെസിഫിക് ഹീറ്റ് കൊടുക്കുമ്പോൾ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ കൊടുക്കാം, മെക്കാനിക്കൽ വിസ്കോസിറ്റിയുടെ വാല്യൂ കൊടുക്കാം, ജനറൽ ഡെൻസിറ്റിയുടെ വാല്യൂ കൊടുക്കാം. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് ആ മെറ്റീരിയൽ നമ്മൾ ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക, സെക്ഷൻ എയർ ആൻഡ് ഫ്യൂവൽ മിക്സ്ചർ. ആ ഒരു ഇതുണ്ടാക്കി അതിനെ നമുക്കിനി അസൈൻ ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ആ റീജൻ സെലക്ട് ചെയ്തു, ഡൺ. ആ സെക്ഷൻ അസൈൻഡായി. ഓക്കെ. നമുക്കപ്പോൾ ആ സെക്ഷൻ അസൈൻഡ്. അടുത്തത് നമുക്കിനി അസംബ്ലിയിലേക്ക് പോകണം. കാര്യം ഈ അസംബ്ലി ഓപ്ഷൻ നമുക്ക് വേറെ കുറേ പാർട്സ് ഉണ്ടെങ്കിലാണ് അസംബ്ലി ഓപ്ഷൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിനൊക്കെ ചെയ്യണം. നമുക്കിപ്പോൾ ഒരൊറ്റ പാർട്ടുകളായതുകൊണ്ട് ക്രിയേറ്റ് ഇൻസ്റ്റൻറ്റ് കൊടുക്കുക. അപ്പം അതിൻ്റെ അകത്ത് ഒരൊറ്റ പാർട്ട് വരും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ഓൺ മെഷ് പാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റി ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ അടിക്കുക. ഇനി അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ താഴത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റെപ്പാണെന്ന് വേണ്ട വരും. ഈ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ CFD ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബൈ ഡിഫോൾട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് വരും. മനസ്സിലായോ? ഫ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇനീഷ്യലായിട്ട് തന്നെ ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. സ്റ്റെപ്പ് 1 എന്നൊരു ഓപ്ഷൻ എടുത്തു. ഫ്ലോ ട്രാൻസിഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വരും. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇൻക്രിമെൻറ്റ് ടൈം പീരീഡ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ബൈ ഡിഫോൾട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക്കിൻ്റെ അകത്ത് ടൈം പീരീഡ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. 0.03 സെക്കൻഡ്സിന് വേണ്ടിയാണ് നമ്മളിവിടുത്തെ ഇത് റണ്ണ് ചെയ്യുന്നത്. ഇനീഷ്യൽ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ 0.01. അപ്പോൾ ഓരോ ഇൻക്രിമെൻറ്റിലും വരുന്നത് ഓരോ ഇൻക്രിമെൻറ്റ്, അപ്പോൾ 3 സ്റ്റെപ്പിലേക്ക് ഇത് സോൾവ് ആയി തരും. ടർബുലൻസിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു KEpsilon RNG ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് റിസൾട്ടിലേക്ക് കൺവേർജ് ആവും. മിനിമം കമ്പ്യൂട്ടേഷൻ മതി. നമ്മുടെ അനാലിസിസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അക്യുറസി വലിയ കാര്യമേ കാണത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മോഡലിലേക്ക് പോകുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കൊടുക്കുന്നതിൻ്റെ അകത്താണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ബൗണ്ടറി കണ്ടീഷൻ. ക്രിയേറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം. അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സർഫസും ക്രിയേറ്റ് ചെയ്യണം. സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അസൈൻ ചെയ്യാനായിട്ട്
എളുപ്പമായിരിക്കും. ഓക്കെ, സർഫേസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സർഫേസ് 1 സർഫേസ് 2 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇൻലെറ്റ് കൊടുക്കാം. ഇൻലെറ്റ് ഏതൊക്കെയാണ് നമ്മൾ എടുത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻലെറ്റ്. ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ട നമ്മൾ പ്രസ് ഡൗൺ ചെയ്യേണ്ടത് ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് പ്രസ് ഡൗൺ ചെയ്തിട്ട് ആദ്യത്തെ സെലക്ട് ചെയ്യുക, രണ്ടാമത്തേത് 3, 4 ഈ 3 സെലക്ട് ചെയ്യുക, അടിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ്. വീണ്ടും ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡൺ. അടുത്തത് വോൾ. എല്ലാ ജോമെട്രിയും സെലക്ട് ചെയ്യുക എക്സെപ്റ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ജോമെട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഡൺ കൊടുക്കുക. 3 സർഫേസും സെലക്റ്റഡ് ആയി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബൗണ്ടറി കണ്ടീഷൻ അസൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് സർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് ക്രിയേറ്റ് ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക, ഇൻലെറ്റ് സ്റ്റെപ്പ് 1. ഇത് ചിലപ്പോൾ ഇനീഷ്യലായിരിക്കും കിടക്കുന്നത്, നമ്മൾ സ്റ്റെപ്പ് 1ലേക്ക് ആക്കുക. ഫ്ലൂയിഡ് കൊടുക്കുക, ഇൻലെറ്റ് കണ്ടിന്യൂ കൊടുക്കുക. സെലക്ട് ദ റീജിയൻ. അപ്പോൾ സർഫേസ് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഏത് സർഫേസാണ് കൺവെൻഷൻ ഫ്ലൂയിഡ് ഇൻലെറ്റ് ആണ് ആദ്യത്തെ സർഫേസ്. കണ്ടിന്യൂ കൊടുക്കുക. ആ സർഫേസ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആവും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതാ കൊടുക്കുന്നത് നോക്കുക. സ്പെസിഫിക് സെലക്ട് ചെയ്യുക. വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് V3 V1 V2 0 ആക്കുക. 0 V3 വാല്യൂ കൊടുക്കാം -3.89. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്തോട്ടാണ് ആരോ വരുന്നത്, അതനുസരിച്ച് വേണം കൊടുക്കാം. അപ്പോൾ ഈ ഇൻലെറ്റിൻ്റെ അകത്ത് നമ്മൾ ടർബുലൻസിൻ്റെ വാല്യൂ കൊടുക്കാനുണ്ട്. 0.053201. അതിൻ്റെ എപ്സിലോണിൻ്റെ വാല്യൂ 0.37564. ഈ 2 വാല്യൂ കൊടുക്കുക. ഓക്കെ അടിക്കുക. ഓക്കെ, അടി കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബൗണ്ടറി കണ്ടീഷൻ അടുത്ത് കൊടുക്കുക. ക്രിയേറ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇൻലെറ്റ് ഓർ ഔട്ട്ലെറ്റ് എന്ന് എടുക്കുക. കണ്ടിന്യൂ എടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് അടുത്ത സർഫേസ് എന്ന് പറഞ്ഞാൽ ഇത് അത് കൊടുക്കുക. അത് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് കൊടുക്കുക. ഔട്ട്ലെറ്റ് പ്രഷർ 0 കൊടുക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ വോൾ കണ്ടീഷൻ കൊടുക്കുക. വോൾ സെലക്ട് ചെയ്യുക. ഫുൾ വോൾ സെലക്റ്റഡ് ആവും. അപ്പോൾ നോ സ്ലിപ്പ് കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, എല്ലാ ബൗണ്ടറി കണ്ടീഷനും സെറ്റായി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷ് ചെയ്യുക. മെഷ് ചെയ്യപ്പെട്ടേക്ക് ഈ കളർ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള കണ്ടീഷന്, നോർമലായിട്ടുള്ള എക്സ്റ്റേണൽ മെഷ് കണ്ടീഷൻ വെച്ച് നമുക്ക് ഈ ഒബ്ജക്റ്റ് മെഷ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മെഷ് കൺട്രോളിൽ പോയിട്ട് നമ്മൾ ഇത് എക്സ്റ്റേണൽ മെഷ് ആയിരിക്കും കിടക്കുന്നത്, അത് നേരെ ടെട്രാ മെഷിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് മെഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്കായി. അത് കഴിഞ്ഞ് നമ്മൾ CD ചെയ്യാം. CD ചെയ്യപ്പെട്ടേക്ക് 0.03 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇതിൻ്റെ മെഷ് ഇതാണ്. ഓക്കെ കൊടുക്കുക. പാർട്ട് മെഷ് ചെയ്യാം.
പാർട്ട് മെഷ്ഡായി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ജോബിലോട്ട് പോവുക, ക്രിയേറ്റ് എ ജോബ്. അടുത്ത ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുക, ജോബ് 1. ഓക്കെ കൊടുക്കുക, സബ്മിറ്റ്. ജോബ് സബ്മിറ്റഡ് ആയി. അനാലിസിസിന് കൊടുക്കുക. ജനറലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇത്രയാണ്. ഇനി റണ്ണിങ് പോലും ഫുള്ള് ഇത് ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ട് വരും. കുറച്ച് സമയം എടുക്കും. റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോബ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് നമ്മൾ മോണിറ്റർ കൊടുക്കുക.